മുഖ്യമന്ത്രി കൂടി കൈയൊഴിഞ്ഞതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മനോജ് എബ്രഹാമിനോ H വെങ്കടേഷിനോ ക്രമസമാധാന ചുമതല നൽകിയേക്കും എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. PV അൻവറുമായുള്ള ഫോൺ സംഭാഷണം വിവാദമായതോടെ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇക്കാര്യത്തിലെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങാൻ പോകുന്നു. അൻവർ ആരോപണം ഉന്നയിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. വിവരങ്ങളുമായി B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, സുജിത് ദാസിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നു. വിശ്വസ്തനെ മുഖ്യമന്ത്രി കൈവിടുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്ത് നടപടി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ പോലീസിലെ ശുദ്ധീകരണം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് സുജിത് ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയും ഒക്കെയുള്ള നടപടിയെ ഒരു തരത്തിൽ സർക്കാരിന് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിലും P ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രതിരോധം സർക്കാരിന് തീർക്കാൻ കഴിയും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോഴും പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്ന ഈ ഘട്ടത്തിൽ B ദിലീപ് കുമാർ. ശ്രീജിത്ത്, CPIM-നെ പിടിച്ചുലച്ച് ഇന്നലെ നിലമ്പൂർ MLA PV അൻവറിട്ട രാഷ്ട്രീയ ബോംബ് അത് അക്ഷരാർത്ഥത്തിൽ CPIM-നെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചൊക്കെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ സാഹചര്യത്തിൽ തുടർ നടപടികളാണ് കേരളം ഉറ്റുനോക്കിയിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ചാണ് ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഖ്യാപിച്ചത്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇക്കാര്യം പരിശോധിക്കുക എന്ന കാര്യവും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അതുകൊണ്ട് ആരായിരിക്കും ഇനി അന്വേഷണ ചുമതലയിലേക്ക് വരിക? ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള DGP ഷേഖ് ദർവേഷ് സാഹിബാണോ അതോ മറ്റ് 2 DGP-മാർ കൂടി കേരളത്തിലുണ്ട്, യോഗേഷ് ഗുപ്തയും K പത്മകുമാറും. ഇവരിൽ ആരായിരിക്കും ഈ അന്വേഷണ ചുമതലയിലേക്ക് വരിക എന്നതാണ് ഇനി അറിയാനുള്ളത്. മറ്റൊന്ന് ADGP MR അജിത് കുമാറിനെ അദ്ദേഹത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് നീക്കുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് വരിക ആരായിരിക്കും? ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമാണോ? ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള S ശ്രീജിത്താണോ? ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയാണോ? ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് ആണോ ഈ ചുമതലയിലേക്ക് വരിക എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അത് MR അജിത് കുമാറിനെതിരായ ആരോപണത്തോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നത് P ശശിയാണ് എന്ന ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ P ശശിയുടെ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം വേണ്ടിവരും. കാരണം അതൊരു രാഷ്ട്രീയ നിയമനമാണ്. CPIM-ഉം മുഖ്യമന്ത്രിയുമാകണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അത് ഈ അൻവറിൻ്റെ ആരോപണം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള തീരുമാനമാകുമോ അതോ ഈ ADGP MR അജിത് കുമാറിനെതിരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പോലെ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരിക്കുമോ എന്നതൊക്കെ ഇനി അറിയേണ്ട കാര്യങ്ങളാണ്. ഏതായാലും MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഉയർന്ന ആരോപണത്തിന് പിന്നിൽ CPIM-ലെ പുതിയ സമവാക്യങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തേണ്ടത്. ശ്രീജിത്ത്. B ദിലീപ് കുമാർ, പകരം പേരുകൾ ഇപ്പോൾ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റുമ്പോൾ പകരം ചില പേരുകൾ ഈ ഘട്ടത്തിൽ ആലോചനയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. 4 ADGP-മാരുണ്ട്. അത് ഏത് പേരിലേക്ക് സർക്കാർ എത്താനുള്ള സാധ്യത എന്നുള്ളത് ഈ ഘട്ടത്തിൽ സജീവ ചർച്ചയായി മാറുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? ഒപ്പം ഈ അന്വേഷണം ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് ആരെയാണ് ചുമതലപ്പെടുത്തുക എന്നുള്ള ചോദ്യം. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് ആരിലേക്ക് എത്തും? അന്വേഷണത്തിൻ്റെ സ്വഭാവം അത് സംബന്ധിച്ച വിവരങ്ങൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പുറത്തു വരുന്നത്? ദിലീപ് കുമാർ. ശ്രീജിത്ത്, ആരായിരിക്കും അടുത്ത ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കൂടി ആശ്രയിച്ചിരിക്കും. MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു. നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിയായിട്ടുള്ള സരിത്തിൽ നിന്ന് ഒരു പെൻഡ്രൈവ് കൈക്കലാക്കി അതിനുവേണ്ടി പാലക്കാട്ടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ അയച്ചു എന്ന ആരോപണം നേരത്തെ MR അജിത് കുമാർ നേരിട്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന് നേരത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന ഒരാളെ കൂടി, ഷാജുവിനെ കൂടി ഉപയോഗിച്ചു എന്ന കാര്യവും MR അജിത് കുമാറിനെ എന്ന ആരോപണമായി ഉയർന്നു വരികയും അദ്ദേഹത്തെ അത് സംബന്ധിച്ച് അന്ന് വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിലേക്കുള്ള ADGP എന്ന നിലയിൽ ഒരു പരിഗണന മുഖ്യമന്ത്രി നൽകിയത്. DGP ഷേഖ് ദർവേഷ് സാഹിബുമായിട്ട് ADGP MR അജിത് കുമാർ അത്ര നല്ല ബന്ധമായിരുന്നില്ല. മാത്രമല്ല പോലീസ് ആസ്ഥാനത്ത് കാര്യങ്ങൾ നോക്കുന്നത് MR അജിത് കുമാർ ആണ് എന്ന വിമർശനവും പലർക്കും ഉണ്ടായിരുന്നു. വയനാട്ടിൽ തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം
DGP അവിടേക്ക് പോകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു. പക്ഷേ ആ പട്ടിക മുഖ്യമന്ത്രി വെട്ടിയിട്ടാണ് MR അജിത് കുമാറിനെ അവിടേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭരണം ഇപ്പോൾ MR അജിത് കുമാറും P ശശിയും ചേർന്നാണ് എന്ന ആരോപണവും വിമർശനവും ഒക്കെ പോലീസ് സേനയ്ക്ക് അകത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാകണം ഒരുപക്ഷെ IPS അസോസിയേഷൻ നേരത്തെ ചില ഈ PV അൻവറിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ പരാമർശങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് SP മലപ്പുറം SP S ശശിധരനെതിരെ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ IPS അസോസിയേഷൻ ഉടൻ തന്നെ പ്രതിഷേധവുമായി എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ ADGP MR അജിത് കുമാറിനെതിരെ ഇത്ര വലിയ ആരോപണം ഉയർന്നിട്ടും IPS അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളത് തന്നെ പോലീസ് സേനയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളാകാം കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ആരായിരിക്കും അടുത്ത ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്നത് അറിയേണ്ടതുണ്ട്. ADGPമാരിൽ മനോജ് എബ്രഹാം, അതോടൊപ്പം തന്നെ S ശ്രീജിത്ത്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയാണ് S ശ്രീജിത്തിന് ഇപ്പോഴുള്ളത്. ഇൻ്റലിജൻസ് ADGP ആണ് മനോജ് എബ്രഹാം. ക്രൈംബ്രാഞ്ച് ADGP ആണ് പരിഗണിക്കുന്ന മറ്റൊരു പേര്. അങ്ങനെ ഈ നിലയിലുള്ള പല പേരുകൾ പരിഗണിക്കുമ്പോഴും മറ്റൊരു ADGP P വിജയനുണ്ട്. അദ്ദേഹം പക്ഷേ നേരത്തെ MR അജിത് കുമാറുമായിട്ട് ശീതസമരത്തിലായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം നടപടിക്ക് വിധേയനാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ADGP ആരാണ് എന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കൂടി ആശ്രയിച്ചിരിക്കും. ശരി, ബി ദിലീപ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. PV അൻവർ ഉയർത്തിയ ആരോപണ പരമ്പരകളിൽ നിന്ന് ആദ്യ നടപടി ഉണ്ടാകുന്നു. പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അക്കാര്യത്തിലുള്ള ഉത്തരവ് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പരസ്യമായി MR അജിത് കുമാറിനെ കൈവിടുന്ന കാഴ്ച, ആ പ്രതികരണം, ഒപ്പം നൽകിയ മുന്നറിയിപ്പ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്നത്, മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതും ഈ മണിക്കൂറിലെ ശ്രദ്ധേയമായ ചോദ്യമായി അവശേഷിക്കും.